സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മറ്റൊരു ആക്ഷേപം മിഅ്റാജിന്റെ സന്ദർഭത്തിൽ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിനാണ്ട് പോയപ്പോൾ അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുമ്പോ മുഹിയുദ്ദീൻ ശൈഖ് ഉണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീയിലിടുന്ന സമയത്ത് അവിടെ മുഹിയുദ്ദീൻ ശൈഖ് ഉണ്ട്. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കപ്പലില് നൂഹ് നബി അലൈഹി, അങ്ങനെ കുറെ സ്ഥലത്ത് മുഹിയുദ്ദീൻ ശൈഖ്. ഹജ്ജാജ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലണ സമയത്ത് ഇയാൾ ഔട്ടായി. ഇതിന് ഒരുപാട് പറയണ്ടേ, ആ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലഖദ് നസറകുമുല്ലാഹു ബി ബദർ, ബദറിൽ അല്ലാഹു സഹായിച്ചു. ഉഹദിലോ എന്തേ? ഉഹദിൽ അല്ലാഹു ഔട്ടായോ? എവിടുന്ന ഈ ബഹുമാനപ്പെട്ടവരായിട്ടുള്ളവര് ദീൻ പഠിച്ചത്? ഏത് ഖുർആനായി ഇവൻ പഠിച്ചത്? ഏത് സുന്നത്തായി ഇയാൾ പരിചയപ്പെട്ടത്? ഏത് ഇസ്ലാമിനെയാണ് ഇയാൾ ചേർത്ത് വെക്കുന്നത്? ഈ പരിശുദ്ധമായ ദീനിലൂടെ രക്ഷ പ്രാപിക്കാൻ താല്പര്യമുള്ള ആളുകളുടെ മുഴുവൻ മനസ്സുകളിൽ വികൃതമായ വിചാരങ്ങൾ സന്നിവേശിപ്പിക്കാനുള്ള അത്തര വ്യായാമമാണ് ഇയാൾ നിർവഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ആർക്കിത് നിഷേധിക്കാനാകും? ഇല്ലേ? ഇതൊന്ന് പഠിച്ചു വന്നിട്ട് പറയണ്ടേ? ഒരായത്തിന് കൂടെ ആണ് വണ്ടി ഒന്ന് ഇതാ ഭൂമി ഉണ്ടാണ് അവിടെ പോയി പറഞ്ഞ പോലെ. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വരീഖത്ത് മുഹമ്മദിയയിലുള്ളത് ഒരുപാട് ചരിത്രം ഇങ്ങനെ പറഞ്ഞ് മിഅ്റാജിന്റെ ആ സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് സുമ്മ അറജ ബിനാ ഇലാ സമാഇ സാദിസ സുമ്മ അറജ ബിനാ ഇലാ സമാഇ സാദിസ ഫസ്തഫ്തഹ ജിബ്രീൽ അലൈഹിസ്സലാം. അങ്ങനെ ആറാൻ ആകാശത്തിലെത്തി. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു. ഖീല മൻ ഹാദാ, ചോദിക്കപ്പെട്ടു ആരാണത്? ഖാല ജിബ്രീലാണ് എന്ന് പറഞ്ഞു. വമൻ മഅക, ആരാണ് കൂടുള്ളത് എന്ന് ചോദിച്ചു. ഖാല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളാണുള്ളത് എന്ന് പറഞ്ഞു. ഖീല വഖദ് ബുഇസ ഇലൈഹി അങ്ങനെ അവിടെ എത്തിയതൊക്കെ ചോദിച്ചതിന് ശേഷം വാതിൽ തുറന്നു തന്നു. അവിടെയുണ്ട് സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. ഇനി കുറച്ചാലം കഴിയുമ്പോ വരും മൂസാ നബി അലൈഹി സ്വലാമിന്റെ പേര് മുർസലീങ്ങളെ പട്ടികയിൽ നിന്ന് വെട്ടാവോ? മൂപ്പറക്കൊണ്ട പെടങ്ങ് അതൊരൊറ്റ വെട്ടർ വെട്ടിയ നമ്മള് കുറെ കഴിച്ചിലായി. അടിയും പോയി, കൊടുത്തും പോയി. അപ്പൊ വേറെ പേരും കാണിച്ചാറുണ്ട്. ഒന്ന് വെട്ടിവെക്കണ്ടി പോലെ അറിയാം. ഇത് ചെറുപ്പം മുതൽ ഇങ്ങനെ ഓടി 16-ാം വയസ്സ് മഞ്ചേരി എന്ന് പറഞ്ഞു 16-ാം വയസ്സ് തുടങ്ങിയാണ് ഇത്. ഓടിയല്ലേ, ആ യാത്രയിൽ നോക്കണല്ലേ ഉള്ളൂ. അങ്ങനെ പോയിട്ട് അവിടെ ചെന്നപ്പോ മൂസ നബി അലൈഹി ഇസ്ലാം അവിടെ. എന്നിട്ട് എന്ത് ചെയ്തു മൂസ നബി അലൈഹി ഇസ്ലാം? വെൽക്കം, സ്വാഗതമൊക്കെ ചെയ്ത് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ദുആ ചെയ്ത്, അങ്ങനെ ചരിത്രം ദീർഘാണ്, ഞാൻ പറയുന്നില്ല. അങ്ങനെ അള്ളാഹുവിന്റെ അരികിലെത്തി 50 വഖ്ത് നിസ്കാരം ഫർളാക്കി. ഫീ കുല്ലി യൗമിൻ വലൈല, ഓരോ ദിവസവും 50 വഖ്ത് നിസ്കാരം ഫർളാക്കി. ചരിത്രമൊക്കെ നിങ്ങൾക്കറിയുന്നതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, അങ്ങനെ ഞാൻ മൂസാ നബി അലൈഹി സ്വലാമിന്റെ അരികിലേക്ക് വന്നു. മിഅ്റാജിന്റെ രാത്രിയിൽ അവിടെ ചെന്ന സമയത്ത് മൂസാ നബി അവിടെ ഉണ്ട്, സ്വാഗതം ചെയ്തു, ദുആ ചെയ്തു. എന്നിട്ട് 50 വഖ്ത് ഫർളാക്കി 50 വഖ്ത് ആയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂസാ നബിന്റെ അടുത്തേക്ക് വരിക. മൂസാ നബിയുടെ അരികിൽ വന്നു. എന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, മാ ഫറള റബ്ബുക അലാ ഉമ്മതിക, ഉമ്മത്തിന് വേണ്ടി എന്തൊക്കെയാ ഫർളാക്കിയത് ചോദിച്ചു. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖുൽതു 50 സ്വലാ,
50 വക്ത് ഫറലാക്കിയിട്ടുണ്ട്. കാല ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം മിഅ്റാജിന്റെ രാത്രിയിൽ മൂസാ നബി അലൈഹിസ്സലാം 50 വക്ത് ഫറലാക്കിയത് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്. 50 വക്താണ് ഉമ്മത്തിന് ഫറലാക്കിയെന്ന് പറഞ്ഞപ്പോ ഇർജി ഇലാ റബ്ബിക ഫസ്അൽഹു അത്തഖ്ഫീഫ്, അള്ളാന്റെ അടുത്തേക്ക് വേഗം വിട്ടോളി. നബിയെ മുത്തറസൂലേ നിങ്ങൾ പഠിച്ചവന്റെ അടുത്തേക്ക് പോയിക്കോളി. രക്ഷിതാവിന്റെ അരികിലേക്ക് പോകുക. ഒന്ന് ചുരുക്കി തരാൻ പറയും. ചുരുക്കി തരാൻ ആവശ്യപ്പെട്ടു എന്ന് മേറാജിന്റെ രാത്രിയിൽ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 50 വക്ത് ഫറലാക്കിയത് 5 വക്തിലേക്ക് മാറ്റാൻ വേണ്ടി സഹായം ലഭിച്ച, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നീക്കിക്കൊടുത്ത ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസാ അലൈഹിസ്സലാമിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെ പറയണം. ഇന്നഹു ലൗ കാന മൂസാ ഹയ്യൻ ബൈന അളുഹുരിക്കും മാ ഹല്ലലഹു ഇല്ലാ അൻ യത്തബിഅനി. മൂസാ നബി അലൈഹി സ്വലാം ജീവിച്ചിരിക്കാണ് ഇന്നെ പിന്തുടരേണ്ടിയിരുന്നു. മിഅ്റാജിന്റെ രാത്രി സഹായമൊക്കെ കൊടുത്ത മൂസാ അലൈഹിസ്സലാം എവിടെ പോയി? അന്ന് ജീവല്ലാതെ ഇനി മിഅ്റാജിന്റെ രാത്രിയിലെ മൂസാ അലൈഹിസ്സലാം ലൗകാന മൂസാ ഹയ്യൻ, മൂസാ നബി അലൈഹിസ്സലാം ജീവൻ ഉണ്ടായിനെങ്കിൽ എന്നെ പിന്തുടരേണ്ടി വരുമായിരുന്നു, എന്റെ അനുയായി കൂടേണ്ടി ഒരുവടെ. ഇപ്പൊ എല്ലാ ആളും ഔട്ടായി, മിഅ്റാജിലുള്ള ആള് ഔട്ട്. പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് വിശദീകരിച്ചു. എന്നിട്ട് കാര്യങ്ങൾ തന്റെ പിന്നാമ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ എന്ന് പറഞ്ഞ് പാടുപെടുന്ന താങ്കൾ ഖുർആന് കൊണ്ടും ഹദീസ് കൊണ്ടും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടും. പെട്ടെന്നൊന്നും. പിന്നെ വേറെ മുരീദന്മാര് തെറ്റ് ചെയ്താല് എന്നൊക്കെ അതിനൊക്കെ ഒരുപാട് ഹദീസുകൾ ഈ വിഷയകമായി പറയാനുണ്ട്. പിന്നെ ശൈഖിനെ മനസ്സ് കരുതുന്നതിനെ കുറിച്ചൊക്കെ ധ്യാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. അതിനൊക്കെ ഹദീസാണ് കിട്ടുക. സക്കരിയ സ്വലായി പോയ വജ്ജ് കാണൂല. ആ രീതിയിലുള്ള ഇൻഷാ അല്ലാഹ് ഏതായാലും വരുമല്ലോ. അപ്പൊ ബാക്കി കാര്യങ്ങൾ പറയാം. നമ്മുടെ മാലേക്ക് കിടക്കുക. ഞമ്മക്ക് കുറെ മാലുണ്ട്. ദിഫാഇ മാല, മുഹിയദ്ദീൻ മാല, പിന്നെ പലജാതി മൗലൂദ്, ജാല മുഹമ്മദ് അല്ലേ, മുർസൽ മാല, അങ്ങനെ പലജാതി മാലകളുമുണ്ട്. ആ മൗലൂദും ആ മാലിയെല്ലാം ഞങ്ങൾ ഖുർആന് കൊണ്ട് തിരുസുന്നത്ത് കൊണ്ട് ഞങ്ങൾ തെളിയിക്കും. ഒന്നും അതിന്റെ പുറത്തല്ലാന്ന് ഞങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയും. ഈ മാല ഇങ്ങതാ, ഈ മാല നിങ്ങളെ മാലയാണ്. നിങ്ങളെ മാലയാവുമ്പോ നിങ്ങൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ടല്ലോ. ഇത് തെളിയിച്ചു തരാൻ ഖുർആനിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം, സുന്നത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അല്ലേ. ഈ മാല പ്രസിദ്ധീകരിച്ചത് ഇറമും കോമും പിരിയുന്നതിന് മുമ്പാണ്. അവിഭക്ത മുജാഹിദ് പ്രസിദ്ധീകരിച്ച അൽ ഇസ്ലാഹിലെ മാലയാണ്. ഈ മാലന്റെ പേര് ഉമർ മാലാണ്. മുഹിയദ്ദീൻ മാല, റിഫായി മാല, ഇവരങ്ങനെയാണ്. ത്വരീഖത്ത് ഒന്നും ഒറിജിനൽ ഇല്ല എന്നാണ് അവസാനം ത്വരീഖത്ത് മുഹമ്മദിയ എന്ന മാതിരി തന്നെ മാലിനെ പറഞ്ഞിട്ട് അവസാനം മാലന്റെ രീതി ഞാൻ നോക്കിയേ തന്നെയാ. ആലമുടയവൻ ഏകല്ലാരോളാലെ ആയേ മുഹമ്മദ് അവർ ഗിളയാണോവർ സ്വർഗത്തിലേക്ക് കൂതിച്ചു ഹോ ചേതേന വേദേന ശാന്തി തൻ സായുജ്യമാകുവാൻ. അതേ രീതിയില മർമാല. ദീനിൻ വിളിക്കുത്തേരം ചെയ്തു ശീലിച്ചോരാത്മാവ് പോകാതിരിക്കുമോ വിധി വന്നാൽ കേഴുന്നു കേരള മക്കൾ നിനക്കൊരു രണ്ടാമേനില്ലെന്ന ദുഃഖം ശ്രവിക്കയാൽ ഏഴകൾ നിന്നെ കൂറിച്ചൊരു സങ്കടം സൂക്ഷിക്കാനില്ലൊരിടം ഹൃത്തടഞ്ഞു പോയി ചേതനയറ്റു കീടക്കുന്നു ദാസത്യം തെല്ലൂനിയെഴുന്നേൽക്കില്ല എന്ന
പോൽ ദീനിന്റെ ഉള്ളിൽ നടുക്കം മറഞ്ഞു പോയി. കേൾപ്പിക്കൂ പിന്നാലെ കെ ഉമർ മൗലവി. മലയാള മണ്ണിനു സൗഭാഗ്യമായി നീ മൂന്നാം ഉമറായി ജീവിച്ച നാളുകൾ. പള്ളികൾ സംസ്കാര കേന്ദ്രങ്ങൾ തീർത്തു നീ ശാശ്വത നാമമായി മണ്ണിലും വിണ്ണിലും. പരശുരാമന്റേതു കഥയെങ്കിൽ ദക്ഷിണ കേരളം നിന്റേതു മാത്രമല്ലേ ഗുരു. കുറേണ്ട് ഉമർമാരെ പറഞ്ഞ് കഴിഞ്ഞിട്ടില്ല. പരാശ്രയം കൂടാതെയുള്ള യാത്രയിൽ പൈസ ഇല്ലാതെ വിഷമിച്ചതെത്രയോ. സ്വർലോകം കൈക്കുള്ളിലാക്കി ജീവിക്കവേ എങ്ങനെ സമ്പാദിച്ചു ഭൂമിയെ. ഡോക്ടറും ഡെപ്യൂട്ടി ഡയറക്ടർ പോലുള്ള ഉന്നതരെ വാർത്തെടുത്തു ഹോ മക്കളായി. ഉമർമാർ ഇത് ഏതെങ്കിലും ഒരു പ്രശ്നം എഴുതിയതല്ല, ബിരുദം നേടിയ അമീർ മദനി. അൽ ഇസ്ലാം മാസിക സുന്നത്ത് ജമാഅത്തിനൊക്കെ കീറി മുറിച്ചാൻ വേണ്ടി ഉപയോഗിക്കണം. അതിലായതുകൊണ്ട് ആലോചിച്ച് പിടിച്ച് ചിന്തിച്ച് ഒക്കെ എഴുതിയേക്കാരം. തുടക്കത്തിൽ തന്നെ നോക്കാൻ നിങ്ങൾ സ്വർഗത്തിലേക്ക് കോതിച്ചു ഹോ ചേതേന. ഉമർ മൗലവി മൂപ്പരെന്താ ചെയ്തത്? ഫസ്റ്റ് മൂപ്പർ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞേക്ക് നേരെ സ്വർഗത്തേക്ക് കുതിച്ച് നേരെ സ്വർഗത്തേക്ക്. ആരാ പറഞ്ഞേ? അമീർ മദനി. ഈ സക്കരിയ സലാഹിന്റെ ഇഷ്ടപത്ര അത്. ഇതിനായിട്ട് ബന്ധമല്ല എന്ന് പറയട്ടെ, ബന്ധം ഉണ്ടാക്കി കൊടുക്കാം. മൂപ്പർക്ക് അബർക്കുമില്ല, മൂപ്പർക്ക് ഹിസാബുമില്ല. മൂപ്പര് ടിക്കറ്റ് പറഞ്ഞ് നേരെ ത്രൂ ടു ജന്ന, നേരെ വളവും തിരിവൊന്നുമില്ലാതെ സ്വർഗത്തിലേക്ക് കുതിച്ചു ഹോ. നടന്നാക്കുമ്പോലാ സ്വർഗമൊക്കെ കിട്ടിയാണല്ലോ. ആക്കം പോലെ ഇങ്ങനെ വരട്ടെ. മൂപ്പര് പറഞ്ഞ് സാധാരണ സ്റ്റേജുമൊക്കെ ഞാൻ കണ്ടിരിക്കുന്ന ആളെ ആക്കുമ്പോലെ ഒരു ടവലും പിടിച്ച് ഇങ്ങനെ വന്നൊന്നും അല്ലതാ. ചാട്ടല്ലേ, സ്വർഗത്തേക്കാണ് ചാടി. മാത്രല്ല പിന്നെ പറയാം മൂപ്പര പരിപാടി. ദീനിൻ വേലിക്കുത്തേരം ചെയ്ത് ശീലിച്ചൊരാത്മാവ് പോകാതിരിക്കുമോ വിധി വന്നാൽ. മൂപ്പര് ചില്ലറക്കാരനല്ല. മൂപ്പര വന്ന് നമ്മളൊക്കെ സാധാരണ മാലയിൽ പാടലുണ്ടല്ലോ, മൂലം മുടയവൻ ഏകല്ലാരുളാലെ മുഹിയദ്ദീൻ എന്ന പേർ ദീന് വിളിച്ചോർ. അത് പറഞ്ഞ പേരിങ്ങനെ പാടും. ഇതല്ല ദീന് വിളിച്ചു എന്നാ, യാ മുഹിയദ്ദീൻ ദീന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് മാലയിലുണ്ട്. എന്താ നോക്കൂ, ദീനിൻ വിളിക്കുത്തേരം ചെയ്ത് ശീലിച്ചോരാത്മാവ് പോകാതിരിക്കുമോ വിധി വന്നാൽ. ഇയാൾ ഒരിക്കലും നല്ല ദീന് വിളിച്ചിക്കണ്. ദീന് വിളിച്ചാലൊരു ശീല. എന്ന് പറഞ്ഞ് ദീന അങ്ങനെ വിളിച്ചു കുത്തിരിക്കുക. ദീന്റെ ദിക്റാത അത് വിളിച്ച് ശീലിച്ചു. ദീനിൻ വിളിക്കുത്തരം മൂപ്പരും തന്നെ. ദീനിങ്ങനെ മൂപ്പരാവോ ദീനെ ഇങ്ങനെ ഉത്തരം ചെയ്തേ മൂപ്പര് ചിരിച്ചിട്ടുള്ളൂ. എന്നാ ഒരേട്ടം വിളിച്ചുമാ ദീനല്ലേ, സാധാരണ വിളിച്ച ആളാണല്ലോ, അവിടെ കിടക്കട്ടെ എന്നും കരുതൂല. ദീന വിളിച്ച അങ്ങനെ ശീലിച്ചുകൊണ്ട് സ്വർഗത്തേക്ക് ഒറ്റ ചാട്ടാ. കഴിഞ്ഞില്ല. കേഴുന്നു കേരള മക്കൾ നിനക്കൊരു രണ്ടാമേനില്ലെന്ന ദുഃഖം ശ്രവിക്കയാൽ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ സഹാബത്തിൽപ്പെട്ട മഹാനായ സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് രണ്ടാമുണ്ട്, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. പക്ഷെ ഇയാൾക്ക് ആ ജാതി ഒരു സാധനാണ്. രണ്ടാമതൊരു ആളെന്ന് വെക്കാൻ സലാഹിനെയും പറ്റൂല, മടവൂരിനെയും പറ്റൂല, കാദ്രോജാരെയും പറ്റൂല, ആരും പറ്റൂല. രണ്ടാമനില്ല എന്നുള്ള. ഇപ്പൊ മൊത്തത്തില് സലഫി സഹോദരന്മാരൊക്കെ വലിയ ദുഃഖത്തില. എന്താ, നമ്മുടെ ഉമർ മൗലവി പോയി, രണ്ടാമനില്ല, ആ ദുഃഖത്തിലാണ്. പിന്നെ ഏഴകൾ നിന്നെ കുറിച്ചൊരു സങ്കേടം സൂക്ഷിക്കാനില്ലൊരിടം ഹൃത്തടഞ്ഞുപോയി.
ഈ സാധുക്കള് പാവങ്ങളെ മനസ്സിലിങ്ങനെ ധ്യാനിച്ചു വെക്കുക. എത്ര 7 കണ്ണിനെ കുറിച്ചൊരു സങ്കടം, സൂക്ഷിക്കാനില്ലൊരു ഹൃത്താടഞ്ഞുപോയി. ഹൃദയം മൂപ്പരെ കുറിച്ചിട്ട് ഓർത്തിട്ട് മനസ്സിലിങ്ങോട്ട് ധ്യാനിച്ചിട്ട് ഇനി സ്ഥലമല്ല, ഹൃദയത്തില് സ്ഥലം അടഞ്ഞു പോയപ്പോ നമ്മളെ സലഫി സുഹൃത്തുക്കളുടെ ഹൃദയമൊക്കെ കൂടിക്കിടക്കുക. കാരണം എന്താ? ഉമർ മൗലവിയുടെ കുറിച്ചുള്ള ആ ഓർമ്മ, ആ ധ്യാനത്തിലായി. ഓരങ്ങനെ നോക്കണ്ടി, നല്ല താടിയൊക്കെ വെച്ച് അള്ളാഹു അതിനൊക്കെയുള്ള സൗഭാഗ്യം നിലനിർത്താനുള്ള സൗഭാഗ്യം കൊടുക്കട്ടെ. ഇങ്ങനെ സലഫുകൾ അങ്ങനെ നോക്കിയ ഓലിങ്ങനെ നിൽക്കും. നിങ്ങളൊന്നും വിചാരിക്കണ്ട, ഓല മനസ്സിൽ ഉമർ മൗലവി അതൊന്നുമില്ല. അവിടെ അടഞ്ഞുപോയി ഇന്നൊരു ഗ്യാപ്പ് വേണ്ടേ അല്ലേ? ചില ഹദീസുകളിലുണ്ട്, ഇത് അംഗീകരിക്കോ ഇയാൾ അംഗീകരിക്കോന്ന് അറിയില്ല. അത് ഞാൻ പറയുന്നില്ല. അത് ഇവിടെ വൈഫ മറ്റാ മറിച്ചാന്നൊക്കെ വൈഫൊക്കെ ഞാൻ പിന്നെ പഠിപ്പിച്ചാറുണ്ട്, അതിപ്പോ പറയുന്നില്ല. ഏതായാലും നിങ്ങളെ മനസ്സിൽ മൊത്തം എന്താ? ഉമർ മൗലവി അടഞ്ഞു. ഇനി ഗ്യാപ്പ് ഉണ്ടോ? അള്ളാഹ്ക്ക് നല്ല ചിന്ത. ഉമർ ശ്രദ്ധേണ്ട അടഞ്ഞു പോയി. 7 നിന്നെ കുറിച്ചൊരു സങ്കടം, സൂക്ഷിക്കാനുള്ളൊരിടം ഹൃത്തടഞ്ഞുപോയി. ഇനി അതിലും വലുതാ വരുന്നേ. ചേതനയറ്റു കീടക്കുന്നു ദാസത്യം, തെല്ലൂമിനി എഴുന്നേൽക്കില്ല എന്ന പോൽ. നോക്കി, ചേതനയറ്റു കീടക്കുന്നു ദാസത്യം. ഹല്ലാജ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ലഅനത്തുല്ലാഹി അലൈഹി ചെല്ലാൻ വേണ്ടി ദാസത്യം കാണിച്ച താങ്കൾ അംഗീകരിക്കുന്ന അൽ ഇസ്ലാം മാസികയിൽ എഴുതി വെച്ചിരിക്കുന്ന അമീർ മദനി ഇന്നും താങ്കളുടെ കൂടെ നടക്കുന്ന ആള് അമീർ മദനി. ഞാൻ അറിയാം ആളെ. ഞങ്ങള് ചെറുങ്ങനെ ഏട്ടം കണ്ടിരിക്കുന്നു. നാളെ ചെങ്കട്ടിക്ക് വന്നപ്പോ വലിയ സന്തോഷമായി കണ്ടപ്പോ. ഈ മാലൊന്നും ഉണ്ടാക്കി തന്നല്ലോ. എന്തായി പറയണത്? ചേതന യറ്റുകീടക്കുന്നു ദാസത്യം. ഹല്ലാജ് റളിയല്ലാഹു അൻഹുവിനെ കാഫിറാക്കാൻ എന്താ താങ്കളുടെ അരികിലുള്ള തെളിവ്? അനിൽ ഹക്ക്, ഞാൻ സത്യം. ഹക്ക് അല്ലാഹു, ഹക്കാണ്, സത്യമാണ് എന്ന് പറഞ്ഞു. ഉമർ മൗലവി എന്താ അനിൽ ഹക്ക് എന്ന് പറഞ്ഞ് ഉമർ മൗലവിനെ കുറിച്ച് ഹുവൽ ഹക്ക് എന്ന് പറഞ്ഞു. ദാ സത്യം, ദാ കിടക്കണം സത്യം. അള്ളാഹ് കിടക്കണം. പഠിച്ചമ്പ്രാണിതാ കട്ടിലിന്റെ മേലെ ചേതനായിട്ട് പഠിച്ചോൻ പടി കഴിഞ്ഞ് കിടക്കുക. ഈ മാല എന്ന് പറഞ്ഞാൽ കുഫറിന്റെ ഗോഡൌൺ അല്ലേ? ഷിർക്കിന്റെ ഗോഡൌൺ അല്ലേ? അല്ലേ? എന്നിട്ട് പറയാം മാമിന്റെ ഗോഡൌൺ ആണ്. ഇത് പിന്നെന്താ? എന്ത് ഡൗണാ? ഇത് കേട്ടാ മൊത്തം ഡൗണാവും. കഴിഞ്ഞില്ല. ദീനിന്റെ ഉള്ളിൽ നേടുക്കം മറഞ്ഞു പോയി. കേൾപ്പിക്കൂ പിന്നാലെ ഉമർ മൗലവി. ഇയാള് ഈ സത്യം പടച്ചോനാണ് ചേതനയേറ്റ് കിടക്കണത്. പടച്ചോ അങ്ങനെ ചേതനയേറ്റ് കിടക്കുമ്പോ ദീനിന്റെ ഉള്ളിൽ നേടുക്കം. ദീനിങ്ങനെ അല്ലേ? കാരണം എന്താ? അള്ള ചേതനയേറ്റല്ലേ കിടക്കണം. ഇനി എന്ത് ദീന്? ദീനിങ്ങനെ നെടുക്കം കാട്ടും പഠിച്ചോൻ പോയി. ഇത കിടക്കണ ചേതനയേറ്റു തന്നെ ഈ പറഞ്ഞത്. ഒരു പഠിത്തം മാത്രമല്ലേ പോയിക്കണേ. കേപിക്ക് പിന്നാലെ ഉമർ മൗലവി 2 പഠിച്ചവന്മാരും പോയി. പടച്ചോനാകാൻ ആഗ്രഹിക്കുന്ന ആളുകളെ ചൂഷണം ചെയ്യാ. വലിയവരൊക്കെ അങ്ങനെ പടച്ചവനായിട്ട് വിടുക. കാണാം. ഇനി അടുത്ത പോകുമ്പോ അത് വേറൊരു പടച്ചോൻ അല്ലേ? ഇയാളെ കുറിച്ച് പറയുന്നുണ്ട്. പരശുരാമന്റേതു കഥയെങ്കിൽ ദക്ഷിണ, കേരളം നിന്റേതു മാത്രമല്ലേ ഗുരു. പൊന്നാര ഗുരുവോ? പരശുരാമൻ മഴ പറഞ്ഞിട്ടാണ് കേരളം ഉണ്ടായത് എന്ന് പറയുന്നത് അതൊക്കെ മിഥ്യയാണ്, കഥയാണ്. അന്ന് അംഗീകരിക്കേണ്ടിയില്ല. എന്നാ ഇവിടെ ഒരു സത്യമുണ്ട്. അതെന്താ സത്യം? ഉമർമാല സത്യം. അത് കേട്ടോളി. പരശുരാമന്റേതു കഥയെങ്കിൽ ദക്ഷിണ, കേരളം നിന്റേത് മാത്രമല്ലേ ഗുരു. ശൈഖേ, ദക്ഷിണ കേരളം നിങ്ങളുടെ കുലദൈവങ്ങളെ സ്ഥാപിച്ചു അല്ലേ?
ലാത്തയും ഉസ്സയുടെയും മനാത്തനെയും ഒക്കെ സ്ഥാപിച്ച മാതിരി കുലദൈവങ്ങൾ. ദക്ഷിണ കേരളം ഉമർ മൗലവിന്റേത്, ഉത്തര കേരളം കേപ്പിൻ്റെത് അല്ലേ? ഓരോ പ്രദേശത്തിന് ഒരു ദൈവം, ഓരോ വിഭാഗത്തിന് ഓരോ ദൈവങ്ങൾ. അങ്ങനെ വന്നാൽ കെ സക്കരിയാക്ക് എന്തേ കാരം? നാടോടി ദൈവേക്കാർ എവിടെ ഉണ്ടാവില്ല അല്ലേ? പോയല്ലോ നമ്മുടെ നാടോടിയും അങ്ങനെ പുതിയ ഉണ്ടാക്കിക്കോട്ടെ. ഇയാള് ദക്ഷിണ ദൈവം, മറ്റേ ആൾ ഉത്തര ദൈവം, കോഴിക്കോടൻ ദൈവം അല്ലേ? ഓരോരുത്തരാണ്. ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞില്ല. മലയാള മണ്ണിന് സൗഭാഗ്യമായി മൂന്നാം ഉമറായി ജീവിച്ച നാളുകൾ. സഹാബത്തിൽപ്പെട്ട ഉമർ റളിയല്ലാഹുവിന്റെ രണ്ടാമനായ അബ്ദുൽ അസീസ്, ഉമർ ബിൻ അബ്ദുൽ അസീസ് മൂന്നാമതൊരു ഉമറുണ്ട്. അതാരാ? കേരള മണ്ണിന് സൗഭാഗ്യമായി. മൊത്തം കേരളത്തിന് സൗഭാഗ്യമുണ്ട്. ഈ കേരളത്തിന്റെ സൗഭാഗ്യം അത് ഉമർ മൗലവി. കഴിഞ്ഞില്ല. വമ്പൻ പരാശ്രയം കൂടാതെയുള്ള നിൻ യാത്രയിൽ പൈസ ഇല്ലാതെ വിഷമിച്ചതെത്രയോ. എന്താ പറഞ്ഞേ? പരാശ്രയം കൂടാതെയുള്ള നിന്റെ യാത്ര ഒരാളെ ആശ്രയിക്കൂല അല്ലെ? അല്ലാഹു സമദ് എന്ന് പറയില്ല. ഖുൽ ഹു അല്ലാഹു അഹദ്. ഖുൽ നബിയെ തങ്ങൾ പറയുക, ഹു അല്ലാഹു അഹദ്, അവൻ അല്ലാഹു അഹദാണ്. ഖുൽ ഹു അല്ലാഹു അഹദ്. അല്ലാഹു സമദ്, അല്ലാഹു പരാശ്രയം ഇല്ലാത്തവനാണ്. അല്ല മാത്രല്ല, ഇനി വേറൊരാളും കൂടി പരാശ്രയമില്ലാത്ത ആളുണ്ട്. അതാരാ? കെ ഉമർ മൗലവി. പരാശ്രയം കൂടാതെ ഉള്ള നിൻ യാത്രയിൽ പൈസ ഇല്ലാതെ വിഷമിച്ചതെത്രയോ അല്ലേ? ഇതിന് വേറെ നമുക്ക് തിരിയാത്തൊരു വിവരമുണ്ട്, നമുക്ക് മനസ്സിലായിട്ടില്ല. പരാശ്രയം കൂടാതെയുള്ള നിൻ യാത്രയിൽ ആര് ആശ്രയിക്കാതെ. അല്ലാഹു സമദല്ല, പിന്നെ ഉമറു സമദ്. ഒരു പരാശ്രയമില്ലാത്ത ആളായ കെ ഉമർ മൗലവി. മൂപ്പരെ പറ്റി പറയാം. പൈസ ഇല്ലാതെ വിഷമിച്ചത് എത്ര. എന്താ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ തിരിയാത്തുണ്ടാവും, മനസ്സിലായിട്ടില്ല. ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മാല 100% അതിനോട് യോജിച്ചു നിൽക്കുന്നു എന്ന് വ്യക്തമായി അടുത്ത പ്രഭാഷണത്തിൽ ജനാബ് ഡോക്ടർ കെ സക്കരിയ സലാഹി ഇവിടെ വന്ന് വിശദീകരിക്കട്ടെ. സലഫി സഹോദരന്മാർ അദ്ദേഹത്തെ തന്നെ കൊണ്ടുവരട്ടെ. ഇനി വരാൻ മടിച്ച് ഇതിനൊക്കെ പാടെ പറഞ്ഞാവൂലായിരുന്നീ പിള്ളേരായിട്ടാ നിൽക്കണ്ട. നേരെ ഉടലോടുകൂടെ സക്കരിയ സലാഹിയെ ഇത് വിശദീകരിക്കാൻ ഖുർആനിന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ ബഹുമാന പുരസ്സരം ക്ഷണിക്കുകയാണ്. വന്നിട്ട് വിശദീകരിക്കും. മാലൊന്ന് വിശദീകരിച്ചു. ഈ മാല വിശദീകരിച്ച ദുന്യാവിന്റെ ഔത്തിഞ്ഞ് വേറെ മാലക്ക് തെളിവ് ചോദിച്ച് ഇത് സക്കരിയ സലാഹി ഓടൂല. സ്വർഗം ഇവിടെ ഉണ്ട്. ആ പരാശ്രയം അള്ളാഹു ഒക്കെ നമ്മുടെ അടുത്തുണ്ട്. ഭൂമിയൊക്കെ നമ്മളെന്താ കഴിഞ്ഞില്ല. നോക്കൂ, സ്വർലോകം കൈക്കുള്ളിലാക്കി ജീവിക്കവേ എങ്ങനെ അങ്ങു സമ്പാദിച്ചു ഭൂമിയെ. എന്താ പറഞ്ഞേ? സ്വർലോകം കൈക്കുള്ളിലാക്കി ജീവിക്കവേ എങ്ങനെ അങ്ങ് സമ്പാദിച്ചു ഭൂമിയെ. സ്വർലോകം കൈക്കുള്ളിലാക്കി ജീവിക്കവേ ഇയാളെ കയ്യില് ഭൂമി എന്ന് പറഞ്ഞാൽ ഈ ആകാശഗംഗയിൽ സൗരയൂഥം, ഈ പ്രപഞ്ചാതി പ്രപഞ്ചങ്ങളിൽ ഭൂമി എന്ന് പറഞ്ഞാൽ ചെറിയൊരു കണികന്റെ അത്രയേ ഉള്ളൂ. സൂര്യന്റെ വലിപ്പം ഭൂമിന്റെ വലിപ്പം കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ടാവും. ഐറ്റങ്ങളോട് ചോദിച്ചാൽ മതി അല്ലേ? ചെറിയ. അപ്പോ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഭൂമി ഒരുണ്ട പോലെ എൻ കയ്യിൽ. അങ്ങനെ കയ്യിലാ, ചിലപ്പോ പുറത്തേക്കൊക്കെ കുറച്ചുണ്ടാവും. എൻ കയ്യിൽ അങ്ങനെ പിടിച്ചിരിക്കുന്നത്. മൂപ്പരോ സ്വർലോകം കൈക്കുള്ളിലാക്കി ജീവിക്കും. മൂപ്പര സ്വർഗത്തിന്റെ വലിപ്പത്തിലാ പടച്ചോൻ പറയണേ. വജന്നത്തിൻ അർളുഹസ്സമാവാതു വൽ അർള്, വജന്നത്തിൻ അർളുഹസ്സമാവാതു വൽ അർള്.
സ്വർഗത്തിന്റെ വലിപ്പം എന്ന് പറഞ്ഞത് ആകാശ ഭൂമികളൊക്കെ പാടെ കൂടിയ എത്രയാ? 1000 കോടാന കോടി ലക്ഷം ഭൂമി കൂടി അവിടെ എത്തുമോ? അത് മൊത്തം ഇങ്ങോട്ട് എടുത്തിട്ട് ഉമർ മൗലവി ഇങ്ങോട്ട് ചുരുട്ടി പിടിച്ചിട്ട് ഇങ്ങനെ ഉള്ളിലാക്കിയിട്ട് സ്വർലോകം കൈക്കുള്ളിലാക്കി ജീവിക്കവേ അല്ലേ? പിന്നെ എവിടുന്ന ബാക്കിയുള്ളതൊക്കെ ടിക്കറ്റ് എവിടുന്ന കിട്ടുക? ഇതൊക്കെ പാടെ ഇയാളെടുത്തല്ലേ? വെറുതെ അല്ലെങ്കിൽ സക്കരിയസലായി പറഞ്ഞു ഇപ്പോഴായി കുട്ടൻസ് തിരിഞ്ഞ് മൂപ്പരിങ്ങനെ ഇബ്നു അറബി കാഫിർ, മറ്റേയാള് കാഫിർ, മറിച്ചോൻ കാഫിർ, ഔർത്തോൻ കാഫിർ, ഇബർത്തോൻ കാഫിർ, മൊത്തം കാഫിർ, അതൊക്കെ സമാന്തരം എന്ന് പറഞ്ഞിങ്ങനെ പുറത്താക്കണം. ഓ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഉമർ മൗലവിന്റെ കയ്യിന്റെ ഉള്ളിലിങ്ങനെ വെച്ച് ഈ സ്വർഗത്തിലിപ്പോ ഇബ്നു അറബി വന്ന ഞാൻ ഞെയ്ക്കൂടെ കിടക്കുക? ഇബ്നു അറബിയും സർവ ഇബ്നു ഫാരിലും ഒക്കെ വന്നിട്ട് റളിയല്ലാഹു അൻഹും ഓലൊക്കെ പാടത്തിന്റെ ഉള്ളിൽ കയറിന്ന നമ്മളെ കാലം തനി അട്ട് പോകല്ലേ എന്ന് വിചാരിച്ചോ ആവോ? KNM-ലുള്ള ആൾക്കാരല്ല അതിൽ കയറണ്ടേ? അത് ഉറപ്പല്ലേ? സക്കരിയാക്ക് എന്തായാലും ഒരു ടിക്കറ്റ് ഓക്കെ ഇതിന്റെ ഉള്ളിൽ കെ ഉമർ മൗലവിന്റെ സ്വർഗത്തിൽ വിശദീകരിക്കും. പരിശുദ്ധ ഖുർആനിന്റെ തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യം വിസ്തരിച്ച് ഇവിടെ വിശദീകരിക്കും. കഴിഞ്ഞില്ല. സ്വർലോകം കൈക്കുള്ളിലാക്കി ജീവിക്കവേ എങ്ങനെയങ്ങു സമ്പാദിച്ചു ഭൂമിയെ. ഇത് സ്വർഗം മുഴുവൻ കയ്യിലിങ്ങനെ വെച്ചേക്ക. പിന്നെ ഭൂമിനെ എങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി? ഭൂമി നിങ്ങളെ തന്നെയാണ്. സ്വർഗങ്ങളെ കയ്യിന്റെ ഉള്ളില്, ഭൂമി പിന്നെ സമ്പാദിച്ചും ചെയ്ത് ഇങ്ങനെ മൂപ്പര് പോണേ കാണാൻ നല്ല രസമുണ്ടാവും. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കേന്ന അടവൂർ കളിക്കണ്ട സാധനം നമ്മളെടുത്താ കളിക്കണ്ട അല്ലേ? മടവൂരാട് ചൂടായിങ്ങാണ്ട് പിന്നെ വേറെ എന്തൊക്കെ ആക്കിയുണ്ട്. KK സക്കരിയാസലാന്റെ കേസറ്റൊക്കെ എന്റെ അടുത്തുണ്ട്. പഴയ കാലത്ത് വിളരുന്നതിന്റെ മുമ്പ് ആ സ്വകാര്യ ചർച്ചന്റെ കേസറ്റൊക്കെ ഇങ്ങോട്ട് കുറേ ഉണ്ട് എന്റെ അടുത്തേ ഒക്കെ ഉണ്ട്. ഉമർ മൗലവിനെ കുറിച്ച് മോശമായിട്ട് മടവൂരാർ പറഞ്ഞപ്പോ മൂപ്പരാകെ ഉമർ മൗലവിന് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞാണ്ടുണ്ട് കേസറ്റിൽ അടങ്ങാറാണ്. വെറുതെ അല്ല ഓൻ ഇയാളോട് താല്പര്യം. ഇജാതൊരു സാധന കജ്ജിലേ ഭൂമിയാണെങ്കിൽ വടി സമ്പാദിച്ചു, പൈസ തൊട്ടില്ലാനും എന്തൊക്കെ ആകണെന്ന് അറിയുന്നില്ല അല്ലേ? ഒരു നല്ല ഡാൻസോന്റെ പ്രസംഗം മാതിരി തന്നെ അതൊക്കെ അല്ലേ? പിന്നെ വീണ്ടും പറയാം, ഡോക്ടറും ഡെപ്യൂട്ടി ഡയറക്ടർ പോലുള്ള ഉന്നതരെ വാർത്തെടുത്തു ഹോ മക്കളായി. നിങ്ങൾ ചെയ്ത ഈ സ്വർഗോതൊക്കെ പാടെ കയ്യിൽ വെച്ചുങ്ങാണ്ട് ഭൂമിയൊക്കെ ഇങ്ങനെയാണ് സമ്പാദിച്ചിട്ട് ഇങ്ങനെയാണ് ജീവിക്കണ സമയത്ത് നിങ്ങൾ ചെയ്ത വലിയൊരു കാര്യമുണ്ട്. എന്താണ്? ഡോക്ടറും ഡെപ്യൂട്ടി ഡയറക്ടർ പോലുള്ള ഉന്നതരെ വാർത്തെടുത്തു ഹോ മക്കളായി. ഹോ 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 മക്കളായി അങ്ങനെ പറയണ്ടേ അല്ലേ? കാണുന്ന മനുഷ്യന്മാരെ മുഴുവൻ കാഫിറാക്കി സന്യാസികളാക്കി തള്ളിവിട്ടു അല്ലേ? ഔലിയാക്കന്മാര് മുഴുവൻ സന്യാസികൾ. സന്യാസമാണ് ഇസ്ലാമിക വിരുദ്ധ ചേരിയാണ് സന്യാസം 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 എന്നുള്ള ഈ ദിക്റുമായിട്ട് ഇങ്ങനെ നിന്നപ്പോ ഡെപ്യൂട്ടി ഡയറക്ടർ പോലുള്ള മകൻ അല്ലേ? ഡെപ്യൂട്ടി ഡയറക്ടർ എന്തായി? DD എന്തായി? നല്ലൊരു പക്ക സന്യാസിയായി ഇങ്ങനെ കുത്തിരിക്കുന്നു. എന്നിട്ട് പാടാ വലിയൊരു സേവന ചെയ്തിരിക്കണ് നിങ്ങളെടുത്തല്ലോ സ്വർഗം. മൂപ്പർക്ക് പിന്നെ എന്തായി? സന്യാസിയല്ല, അതിന്റെ അപ്പുറത്തുള്ളതായി ആ പിടിച്ചുകാണ്ട് സ്വർഗത്തില് താക്കിയപ്പോരെ. അതുകൊണ്ട് തന്നെ ബാക്കിയൊന്നും ദീനും പഠിക്കണ്ട, ഇസ്ലാമും പഠിക്കണ്ട, നന്മയിലേക്കും വരണ്ട. എന്ത് ഡെപ്യൂട്ടി ബാക്കിയൊക്കെ നിങ്ങളെടുത്ത് സ്വർഗമായതുകൊണ്ട് അജാതി പണിക്കൊന്നും ഈ ചെക്കന്മാരെ വിടണ്ട. ഓല് DDയും ഡെപ്യൂട്ടി ഡയറക്ടറും ഡോക്ടറും ഒക്കെ ആയിട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് വിട്ടെ. ഉമർ മൗലവി അദ്ദേഹത്തെ കുറിച്ച് അമീർ മദനി എഴുതിയ സക്കരിയ സലായിക്ക് ബന്ധമുള്ള ഈ പാട്ടിൽ എഴുതിയ എന്താ? വലിയ സന്തോഷത്തിൽ അത്ഭുതത്തോടു കൂടെ നിങ്ങൾ ചെയ്ത സേവനം. ഡോക്ടറും ഡെപ്യൂട്ടി ഡയറക്ടർ പോലുള്ള ഉന്നതരെ വാർത്തെടുത്തു ഹോ മക്കളായി. ഞാപ്പെട്ട് ബഷീർ മാഷൊന്ന് പോയി കാണി.
ആ ഡെപ്യൂട്ടി ഡയറക്ടർ ഒന്ന് പോയി കാണി. എന്നിട്ട് അവിടെ ചെന്നിട്ട് പാടുക, ഡോക്ടറും ഡെപ്യൂട്ടി ഡയറക്ടർ പോലുള്ള ഉന്നതരെ വാർത്തെടുത്തു. അങ്ങനെ സന്യാസിയായി മാറി. എന്റെ പ്രിയപ്പെട്ട സ്നേഹമുള്ള ബഹുമാന്യനായ ഡോക്ടർ കെ സക്കരിയ സലാഹി, അദ്ദേഹത്തെ പിന്തുണച്ച് നാട്ടിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പവിത്രമായ മാനങ്ങളെയും മാനദണ്ഡങ്ങളെയും മോശമായി പവിത്രമായ പാരമ്പര്യത്തിലെ മഹിത വ്യക്തിത്വങ്ങളുമൊക്കെ നീചമായി നിഗ്രഹമായി ഇസ്ലാമിക ചേരിക്ക് പുറത്താണെന്ന് പ്രഖ്യാപിച്ച് നാട് മേലെ നരകത്തിലേക്കാക്കലും പ്രചരിപ്പിക്കലും വിദേഹത്തിലേക്ക് തള്ളലും മുസ്ലിക്കാക്കി മാറ്റലും ഈ ഏർപ്പാടുകളുമായി മുന്നോട്ട് നീങ്ങുന്ന സഹോദരന്മാർ നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കുക. തമ്പുരാന്റെ പരിശുദ്ധരായ മഹാമനീഷികളെ പരിശുദ്ധമായ ഈ മാർഗധരണിയുടെ സഞ്ചരിക്കുമ്പോ അവരൊക്കെ സിദ്ദീഖുകളും കാഫിറുകളുമാണ് എന്ന് നിർലക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവർത്തനം നമുക്ക് ഭൂഷണമാണോ, യോജിച്ചതാണോ, ശരിയാണോ എന്ന് നിങ്ങൾ ആലോചിക്കുക. സർവശക്തനായ അല്ലാഹു നല്ലത് മനസ്സിലാക്കാനും നല്ലവരെ സഞ്ചരിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുർആനിന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി വളരെ ബഹുമാനത്തോടുകൂടെ ഞാൻ സക്കരിയ സലാഹിയെ നേരിട്ട് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വകകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.